ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പൊ ഞങ്ങളിതേ എറുക്കപ്പനുണ്ട്, വായു എറുക്കപ്പനുണ്ട്. ഞങ്ങള് 3 പേരും ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. എറുക്കപ്പൻ ഭയങ്കര കളിയായിരുന്നു ഇത്ര നേരം. ദേ അപ്പൊ ഇവിടെ അടുത്തൊരു കോയിൽ വ്യൂ എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ ആൽബിന്? കോയിൽ വ്യൂ എന്ന് പറഞ്ഞ സ്ഥലം നല്ല രസമാട്ടോ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ അങ്ങോട്ട് ചുമ്മാ കാണിച്ചു തരാന്ന് വിചാരിച്ചു. എന്റെ ഫ്രണ്ട് ആൽബിൻ, എറുക്കപ്പനും കൂടെ ഉണ്ട്. വെൽക്കം ടു അവർ വീഡിയോ. അതിനുശേഷം ഞങ്ങൾ കുറേ നടന്നോട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ ആ സ്ഥലം. ഇതുണ്ടോ ഈ ഒരു പ്ലേസ്. അപ്പുറം ഇപ്പുറയൊക്കെ ചെറിയ മരങ്ങളും ഇതൊക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ആ ചൂടാണെങ്കിലും നല്ല വെതറാണ്. നമുക്ക് അപ്പോൾ ചെറിയൊരു കാറ്റൊക്കെ വരുമ്പോൾ നല്ല രസമായിരുന്നു. വെള്ളം കുറവായിരുന്നു. പണ്ട് ഞങ്ങൾ ഇതിനു മുമ്പ് പോയപ്പം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കുറവായിരുന്നു. ഞാനപ്പോൾ അതുവഴി നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാറ്റിൽ ഫാമും കൂടിയാണ്. ഇതിൻ്റെ മുകളിൽ ഇത് പ്രൈവറ്റായിട്ടുള്ള കാറ്റിൽ ഫാംസ് ഉണ്ട്. അപ്പോൾ അവരിവിടെ നമ്മുടെ പശുവിനെ ഇറക്കി കൊണ്ടുവരികയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവിടെ എപ്പോഴും ഡോറ് ക്ലോസ് ചെയ്തിടണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് ആൽബിനെ ഇറക്കപ്പനതേ ഉന്തിക്കൊണ്ടുവന്നു. അവന് ഭയങ്കര മടിയാട്ടോ ഇപ്പോൾ പ്രാമിലിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കുറച്ചുകൂടെ ആൾ വലുതായല്ലോ. അപ്പോൾ അവന് ഓടിക്കളിക്കണം, അവന് ഓടണം, തന്നെ ഓടണം. പക്ഷെ ആൾ ഓടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനങ്ങ് അഴിഞ്ഞാടി അങ്ങ് ഓടും. സന്തോഷം കൊണ്ട് അങ്ങ് ഓടും. വീടിൻ്റെ അകത്താണ് കാർപ്പറ്റ് ഉള്ളതുകൊണ്ട് വീണാലും ഞങ്ങൾക്ക് അത്ര സീനായിട്ട് തോന്നിയിട്ടില്ല. ഇതുവരെ കുഴപ്പമൊന്നും പറ്റില്ല ദൈവം അനുഗ്രഹം കൊണ്ട്. പക്ഷേ ഇങ്ങനെ റോട്ടിലൊക്കെ പോകുമ്പം വീണിട്ടുണ്ടെങ്കിൽ ഭിത്തിമേൽ ഉരയ്ക്കണ ഫീലായി പോവും. മുഖത്തെ പാട് തൊലിയെല്ലാം പോകേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ അഴിച്ചു വിട്ടില്ല ഞാൻ. കുറേ നേരം അതിൻ്റെ അകത്ത് ഇരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അവന് മടിയായിരുന്നു. അതിൻ്റെ കണ്ട് എഴുന്നേറ്റ് പോരാൻ വേണ്ടി ഓടുക. നല്ല രസമാട്ടോ സ്ഥലം കാണാൻ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ വെതർ നല്ലതാണെങ്കിൽ നമ്മൾ പോയിട്ട് കുറച്ച് നേരം ഒന്ന് ചില്ല് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. എനിക്കൊന്നും ഫുഡൊക്കെ കൊണ്ട് നമുക്ക് അവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് നല്ല രസം. ഭയങ്കര നമ്മുടെ നാട്ടിലെ പച്ചപ്പും ഹരിതാപം എന്നൊക്കെ പറയുന്ന അവസ്ഥയായിരുന്നു. അതേ പുള്ളി അങ്ങ് മടുത്ത് ദേഷ്യപ്പെട്ട് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ ചോദിക്കുമായിരുന്നു എന്നെ പറ്റി ഇറക്കപ്പം എന്നെ പറ്റി. അതിന് എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് വന്നാൽ മതി. അപ്പോൾ ആൽബിനിങ്ങനെ പറയാം അവൻ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പോകണം എന്ന് ഏച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ കാര്യമൊക്കെ പറയുമായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നടക്കുന്ന വഴിക്കൊക്കെ നിറച്ച് പൂക്കളൊക്കെ കാണും. UK വന്നിട്ട് നമ്മൾ എല്ലാ പൂവും പറിക്കാം എന്ന് വിചാരിക്കരുത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളങ്ങനെ കുറേ പൂക്കളൊന്നും നമുക്ക് പറിക്കാൻ പറ്റില്ലാത്തതുണ്ട് ഇവിടെ. ഇത് ചിലപ്പം നമുക്ക് അലർജിക്കായിരിക്കും. നമുക്കത് അതിൻ്റെ പോളൻസൊക്കെ നമുക്ക്, അതായത് പോളൻ ഗ്രെയിൻസൊക്കെ നമുക്ക് അലർജി വരുത്തും. അതുകൊണ്ട് അതൊന്നും അങ്ങനെ പറിക്കാനൊന്നും പറ്റില്ല. പിന്നെ കൊച്ചുങ്ങൾ പ്രത്യേകിച്ച് അതൊക്കെ സൂക്ഷിക്കണം. പിന്നെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. ഇതേ ഞങ്ങള് കോയിൽ വ്യൂവിന്റെ ഇതേ കൂടെ നടക്കുവാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. രസമുണ്ട്. നോക്കിക്കേ ആൽബിൻ ജോഷി നോക്ക്. കുറേ നീർക്കാക്കകളാണോ എന്താ സാധനം എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ താറാവാന്ന് തോന്നണല്ലേ. ഇത് താറാവ്, കുറെ സംഭവങ്ങളുണ്ട്. നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ ഈ താമരപ്പൂ, ആമ്പൽപ്പൂ എന്തോ ആണ്, വിടർന്നിട്ടൊന്നുമില്ല. ഇപ്പം വെതർ നല്ലതായതുകൊണ്ട് എല്ലാരും കാണാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുന്നു. സൂപ്പറാട്ടോ കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേളിലൊക്കെ നല്ല ആകാശം, നല്ല വെളിച്ചം. സമയം ഒരു 7 മണി 7:15 ആയി വൈകിട്ട്. എന്നാലും നമ്മൾക്ക് ഇവിടെ സമ്മറിൽ ഈ ഒരു വെതർ ആയതുകൊണ്ടും നല്ല ലൈറ്റ് ആയതുകൊണ്ടും ഇങ്ങനെയാണ്. ശരിക്കും രാത്രി കിടക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് നന്നായിട്ട് വെട്ടമടിക്കും. നല്ല കട്ടനൊക്കെ ഇട്ടില്ലെങ്കിൽ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം കുറേ കുറഞ്ഞു ഇപ്പം. നല്ല രസമുണ്ടായിരുന്നു. പൂവൊക്കെ വിടർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.